ഇനി നമുക്ക് പേജ് നമ്പർ 16 എക്സസൈസ് പ്രോബ്ലംസ് ചെയ്യാം. അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ വയർ 1 meter long is cut into 2 pieces, one of which is bent into square and other into equilateral triangle. Three times the side of the square and 2 times the side of the equilateral makes 71 centimeters. What are the lengths of the pieces? അപ്പോൾ എന്താണ് ക്വസ്റ്റ്യന്? 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു വയർ, 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു വയർ എന്തായി 2 പീസാക്കി കട്ട് ചെയ്തു. 2 പീസാക്കി കട്ട് ചെയ്തിട്ട് എന്തൊക്കെ ഉണ്ടാക്കി? ഒരു പീസ് വെച്ചിട്ട് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കി. മറ്റേ പീസ് വെച്ചിട്ട് എന്തുണ്ടാക്കി? ഒരു സ്ക്വയർ ഉണ്ടാക്കി. ഓക്കെ, ഒരു പീസ് വെച്ചിട്ട് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കി, ഒരു പീസ് വെച്ചിട്ട് സ്ക്വയർ ഉണ്ടാക്കി. ഇനി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 2 പീസിന്റെയും ലെങ്ത്, അതായത് എത്ര ലെങ്ത് വെച്ചിട്ടാണ്, എത്ര മീറ്റർ ആണ് ഈ ട്രയാങ്കിൾ ഉണ്ടാക്കിയ വയറിന്റെ ലെങ്ത്, എത്ര മീറ്റർ ആണ് ഈ സ്ക്വയർ ഉണ്ടാക്കിയ വയറിന്റെ ലെങ്ത്. സ്ക്വയറിന്റെ സൈഡിന്റെ 3 ടൈംസും ട്രയാങ്കിളിന്റെ സൈഡിന്റെ 2 ടൈംസും ചേർന്നിട്ടുണ്ടെങ്കിൽ 71 കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 2 വേരിയബിൾസ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് സ്ക്വയർ എക്സ് എന്ന് എടുക്കാം. സ്ക്വയറിന്റെ സൈഡ് നമ്മൾ എക്സ് എന്ന് എടുത്തു. സ്ക്വയർ നമുക്കറിയാം എന്താണ്, എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഒരു സൈഡ് എക്സ് ആണെങ്കിൽ ഇതെല്ലാം എന്തായിരിക്കും? എക്സ് തന്നെ ആയിരിക്കും. ട്രയാങ്കിളിൻ്റെത് വൈ എന്ന് എടുക്കാം. ഇത് വൈ ആണെങ്കിൽ ഇത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, എല്ലാ സൈഡും എന്തായിരിക്കും? വൈ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി മൊത്തം വയറിന്റെ ലെങ്ത് എത്രയാണ്? 1 മീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതില് സ്ക്വയറിന്റെ പെരിമീറ്റർ എത്രയാണ്? സ്ക്വയർ പെരിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ലെങ്ത് എത്രയാണ്? 4x ആണ്. എക്സ് പ്ലസ് 4x. അതുപോലെ തന്നെ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എത്രയാണ്? y പ്ലസ് y 3y. ഓക്കെ, അപ്പൊ രണ്ടിന്റെ പെരിമീറ്റർ നമുക്ക് കിട്ടി. ഈ പെരിമീറ്റർ കണ്ടുപിടിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഈ മൊത്തം പെരിമീറ്റർ ആണ്. ഇത് മൊത്തം എന്താണ്? ഈ പെരിമീറ്റർ ആണ്. ഇത് മൊത്തമാണ് എന്ത്? ഇത് രണ്ടും പ്ലസ് ചെയ്താൽ കിട്ടുന്നത്. കാരണം എന്താണ്? ഇത് രണ്ടും കട്ട് ചെയ്തിട്ടാണ് 2 സ്മോൾ ഫിഗേഴ്സ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോഴെന്താണ്? ഇത് രണ്ടും കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? ഈ മൊത്തം വയറിന്റെ ലെങ്ത് കിട്ടും. അതായത് ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് 1 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് 100 സെന്റിമീറ്റർ ആണ്. ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? 100 സെന്റിമീറ്റർ കിട്ടണം. അപ്പോ 4x പ്ലസ് 3y ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 100 സെന്റിമീറ്റർ കിട്ടും. അപ്പൊ ഇത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി അവര് വേറൊരു കാര്യം പറഞ്ഞേക്കണത് എന്താണ്? സ്ക്വയറിന്റെ സൈഡിന്റെ 3 ടൈംസ്. സ്ക്വയറിന്റെ സൈഡ് എത്രയാണ്? എക്സ്. അതായത് സ്ക്വയറിന്റെ സൈഡിന്റെ 3x അല്ലെ, 3 ടൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3x. സ്ക്വയറിന്റെ സൈഡിന്റെ 3 ടൈംസും ട്രയാങ്കിളിന്റെ സൈഡിന്റെ 2 ടൈംസും. അപ്പോ ട്രയാങ്കിളിന്റെ സൈഡ് y ആണ്. അപ്പൊ നമുക്ക് 2 ടൈംസ് എന്ന് പറയുമ്പോൾ 2y ഈക്വൽ ടു എത്രയാണ്? 71 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിത് 71 സെന്റിമീറ്റർ സെക്കൻഡ് ഇക്വേഷൻ ആക്കി എടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. അപ്പൊ സോൾവ് ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും എക്സിന്റെയോ വൈന്റെയോ വേരിയബിൾ കട്ട് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നോക്കണം. രണ്ടും കട്ട് ചെയ്ത് പോകുന്നില്ല, രണ്ടും വേറെ വേറെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ത് ചെയ്യാം? താഴെയുള്ള ഇക്വേഷനിൽ ഇൻറ്റു ചെയ്യാം. താഴെയുള്ള എക്സിന്റെ കോഎഫിഷ്യന്റ് വെച്ചിട്ട് മുകളിലുള്ള ഇക്വേഷൻ ഇൻറ്റു ചെയ്യാം. ബൈ മൾട്ടിപ്ലൈയിങ് ഫസ്റ്റ് ഇക്വേഷൻ ബൈ 3. അത് എക്സിന്റെ കോഎഫിഷ്യന്റ് 3 ആണ്. ആ ഫസ്റ്റ് ഇക്വേഷൻ ആ കോഎഫിഷ്യന്റ് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 × 3 12x കിട്ടും. പ്ലസ് 3 × 3 9y കിട്ടും. ഈക്വൽ 100 × 3 300.
അപ്പൊ ഇത് നമുക്ക് തേർഡ് ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ഇനി അടുത്തത് സെക്കൻഡ് ഇക്വേഷൻ. ഇനി അടുത്തത് എന്ത് ചെയ്യാം നമ്മൾ? സെക്കൻഡ് ഇക്വേഷൻ മൾട്ടിപ്ലൈയിങ് ബൈ ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഓഫ് ഫസ്റ്റ് ഇക്വേഷൻ. അപ്പൊ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 വെച്ചിട്ട് 4 ഇൻറ്റു ചെയ്യുക. 3 4s are 12x പ്ലസ് അടുത്തത് 2നെ 4 വെച്ചിട്ട് ഇൻറ്റു ചെയ്യുക. 4 2s are 8y ഈക്വൽ ടു 71നെ 4 വെച്ചിട്ട് ഇൻറ്റു ചെയ്യുക. 71 ഇൻറ്റു 4 284. ഇനി അടുത്ത് എന്ത് ചെയ്യാം? നമുക്ക് മൈനസ് ചെയ്യാം അല്ലേ? ഇതിൽ ഇപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ ആണ് വലുത്. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ 1 - 2 തന്നെ ചെയ്യാം. മൈനസ് ചെയ്യുമ്പോഴെന്താ ശ്രദ്ധിക്കേണ്ടത്? സെക്കൻഡ് ഇക്വേഷന്റെ എല്ലാ സൈനും ചേഞ്ച് ചെയ്യണം. അതായത് ഇതെല്ലാം പ്ലസ് ആണ്, ഇത് പ്ലസ് മൈനസ് ആവും, ഇത് പ്ലസ് മൈനസ് ആവും, ഇതും പ്ലസ് മൈനസ് ആവും. ഈ 12x-ഉം -12x-ഉം കട്ട് ചെയ്ത് പോവും. 98 - 8y 1y, അതായത് y ഈക്വൽ ടു 300 - 284 6 1 16 കിട്ടും. അപ്പൊ y is equal to 16. സെന്റിമീറ്റർ. അപ്പോ y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ് അല്ലെ? y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ്. അപ്പോൾ ട്രയാങ്കിളിന്റെ മൊത്തം വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? ഒരു സൈഡാണ് y. അപ്പൊ 3 സൈഡും കൂടി കണ്ടുപിടിക്കുമ്പോൾ 3y ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 3 ഇൻറ്റു പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ നമുക്കറിയാം പി പെരിമീറ്റർ ഈക്വൽ ടു 3y ആണ് അല്ലെ? അതായത് 3 ഇൻറ്റു 16 വിച്ച് ഇസ് ഈക്വൽ ടു 48 സെന്റിമീറ്റർ ആണ് എന്ത്? ട്രയാങ്കിളിന്റെ വയറിന്റെ ലെങ്ത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയറിന്റെ വയറിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് ട്രയാങ്കിളിന്റെ വയറിന്റെ ലെങ്ത് കൊണ്ടുപോയിട്ട് y കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം. അപ്പോൾ എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ? 4x + 3y ഈക്വൽ ടു 100 അല്ലെ? അപ്പൊ 4x + 3y നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 48 ഈക്വൽ ടു 100. 4x ഈക്വൽ ടു 100 - 48. 4x is equal to 100 - 48 52. അപ്പൊ 4x is equal to എത്ര കിട്ടി? 52 കിട്ടി. നമുക്ക് ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പെരിമീറ്റർ ഓഫ് സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 4x ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ 4x ഓൾറെഡി കിട്ടിയ എത്രയാണ്? 52 സെന്റിമീറ്റർ. ഇനി എക്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 4നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 4x ആയതുകൊണ്ടിട്ട് അവിടെ വെച്ച് നിർത്താം. അപ്പോ ലെങ്ത് ഓഫ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഇസ് 48 സെന്റിമീറ്റർ. ലെങ്ത് ഓഫ് സ്ക്വയർ ഇസ് 52 സെന്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 4 years ago, Rahim's age was 3 times the age of Ramu. After 2 years, this would become 2 times. What are their ages now? അപ്പൊ 4 years ago, 4 വർഷം മുമ്പ് റഹീമിന്റെ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 3 times രാമൂസ് ഏജ് ആണ്. രാമുവിന്റെ ഏജിന്റെ 3 times ആണ് റഹീമിന്റെ ഏജ്. 2 വർഷം കഴിഞ്ഞപ്പോൾ റഹീംസ് ഏജ് വിൽ ബി 2 വർഷം കഴിയുമ്പോൾ റഹീംസ് ഏജ് വിൽ ബി 2 times രാമൂസ് ഏജ്. രാമുവിന്റെ ഏജിന്റെ എത്രയാവും? ട്വൈസ് ആവും. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ റഹീമിന്റെ ഇപ്പോഴത്തെ വയസ്സ് നമുക്ക് എക്സ് എന്ന് എടുക്കാം.
രാമുവിന്റെ വയന്നെടുക്കാം. ഓക്കെ, ഇനി 4 വർഷം മുമ്പ്, 4 വർഷം ബിഫോർ 4 years എത്രയാണ്? റഹീമിന്റെ വയസ്സ് എത്രയാണ്? 4 വർഷം മുമ്പ് ഇപ്പോഴത്തെ വയസ്സ് എക്സ് ആണെങ്കിൽ 4 വർഷം മുമ്പ് റഹീമിന്റെ വയസ്സ് x-4 ആണ്. രാമുവിന്റെ വയസ്സ് എത്രയാണ്? y-4 ആണ് അല്ലെ? അപ്പൊ ക്വസ്റ്റ്യൻ പ്രകാരം 4 വർഷം മുമ്പ് റഹീമിന്റെ ഏജ് 3 times രാമൂസ് ഏജ് ആണ് അല്ലെ? അതായത് റഹീമിന്റെ ഏജ് എന്ന് പറയണത് 3 times രാമൂസ് ഏജ് ആണ് അല്ലെ? 4 വർഷം മുമ്പ് അല്ലെ? ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണത്. ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x-4 ഇസ് ഈക്വൽ ടു ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ 3y മൈനസ് ഈ 3 ഈ 2 വൈക്കും 4നും ഉള്ളതാണ്. അപ്പൊ മൈനസ് 3 × 4 12. ഇനി നമുക്ക് നമ്പേഴ്സ് എല്ലാം ഒരു സൈഡിലോട്ട് എഴുതാം. അപ്പോ എക്സ് ഈ 3y ഈക്വൽ ടു ഇപ്പുറം കൊണ്ടുവരാം. അപ്പൊ എന്ത് വരും? x-3y ആവും. അതുപോലെ തന്നെ -12 അവിടെ ഉണ്ട് അല്ലെ? ഈ -4 അപ്പുറം പോകുമ്പോൾ എന്താവും? +4 ആവും. അപ്പോൾ x-3y ഈക്വൽ ടു എന്ത് വരും? വ്യത്യസ്ത സൈൻ വന്നിട്ടുണ്ടെങ്കിൽ, വേറെ വേറെ സൈൻ വന്നിട്ടുണ്ടെങ്കിൽ മൈനസ് ചെയ്തിട്ട് വലുതിന്റെ സൈൻ മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8 കിട്ടും. വലുത് ഏതാണ്? 12 ആണ്. 12ന്റെ സൈൻ -8. ഓക്കെ, ഇത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ആക്കി എടുക്കാം. ഇനി ഇത് 4 വർഷം മുമ്പുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഇനി ആഫ്റ്റർ 2 years, 2 വർഷം ആഫ്റ്റർ 2 years പറഞ്ഞിട്ടുണ്ട്. 2 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. 2 വർഷം കഴിയുമ്പോൾ എന്താ പറഞ്ഞേക്കണത്? 2 വർഷം കഴിയുമ്പോൾ റഹീമിന്റെ ഇപ്പോഴത്തെ വയസ്സ് എക്സ് ആണെങ്കിൽ റഹീമിന്റെ 2 വർഷം കഴിയുമ്പോഴുള്ള വയസ്സ് എത്രയാണ്? x+2 ആയിരിക്കും അല്ലെ? രാമുവിന്റെ വയസ്സ് എത്ര ആയിരിക്കും? y+2 ആയിരിക്കും. ക്വസ്റ്റ്യൻ പ്രകാരം ആഫ്റ്റർ 2 years റഹീംസ് ഏജ് വിൽ ബി ട്വൈസ് രാമൂസ് ഏജ് അല്ലെ? റഹീമിന്റെ ഏജ് എത്രയാണ് എന്ന് പറയണത് ട്വൈസ് രാമൂസ് ഏജ് ആണ് അല്ലെ? രാമുവിന്റെ ഏജിന്റെ ട്വൈസ് ആണ്. ഇനി നമുക്ക് ഈ ഇക്വേഷൻ നേരത്തെ ചെയ്തതുപോലെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ x+2 ഈക്വൽ ടു ഈ 2 ഈ 2 വെച്ചിട്ട് ഇൻറ്റു ചെയ്യാം. 2 × y 2 × 2 2y പ്ലസ് 2 × 2 4. ഓക്കെ, ഇനി വേരിയബിൾസ് ഒരു സൈഡിലാക്കാം, നമ്പേഴ്സ് ഒരു സൈഡിലാക്കാം. എക്സ് ഈ 2y ഇപ്പുറം വരുമ്പോൾ -2y ആയി ഈക്വൽ ടു 4 അവിടെ തന്നെ ഉണ്ട്, +2 അപ്പുറം പോകുമ്പോൾ -2y. ഇനി x-2y ഈക്വൽ ടു 2 കിട്ടും. ഇത് സെക്കൻഡ് ഇക്വേഷൻ. 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ 2 ഇക്വേഷനും കൂടി സോൾവ് ചെയ്യാം അല്ലെ? ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2 ഇക്വേഷനും കൂടി സോൾവ് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ x-3y ഈക്വൽ ടു -8. സെക്കൻഡ് ഇക്വേഷൻ x-2y ഈക്വൽ ടു 2. ഇനി ഇതെന്ത് ചെയ്യാം? നമുക്ക് 1 - 2 ചെയ്യാം. 1 - 2 ചെയ്യുമ്പോൾ അടിയിലത്തെ സൈൻ ചേഞ്ച് ചെയ്യണം. ഇവിടെ +x -x ആയി, -2y +2y, -2 +2 -2y അല്ലെ? അപ്പൊ ഇവിടെ +x -x കട്ട് ചെയ്ത് പോയി. ഇനി -3y +2y എത്രയാണ്? വേറെ വേറെ സൈൻ വന്നാലും മൈനസ് ചെയ്തിട്ട് വലുതിന്റെ സൈൻ മൈനസ് ചെയ്യുമ്പോൾ 1y അതായത് y കിട്ടും അല്ലെ? വലുതിന്റെ സൈൻ എന്താണ്? മൈനസ് ആണ്. 3 ആണ് വലുത്, 3ന്റെ സൈൻ മൈനസ് ആണ്. -y ഈക്വൽ ടു എത്ര കിട്ടും? -8 -2. ഒരേ സൈൻ വന്നാൽ എന്ത് ചെയ്യണത്? പ്ലസ് ചെയ്തിട്ട് അതേ സൈൻ. 8ന്റെ സൈൻ മൈനസ് ആണ്, 2ന്റെ സൈനും മൈനസ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? രണ്ടും കൂടി പ്ലസ് ചെയ്യണം. 10 കിട്ടും. പ്ലസ് ചെയ്തിട്ട് അതേ സൈൻ.
മൈനസ് വൈ ആണ് -10. അപ്പൊ y ഈസ് ഈക്വൽ ടു 10. y എന്ന് പറഞ്ഞാൽ എന്താണ്? രാമുവിന്റെ വയസ്സാണ് അല്ലെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? രാമുവിന്റെ വയസ്സ്, അതായത് y കൊണ്ടുപോയിട്ട് നമുക്ക് ഈ ഇക്വേഷനിൽ, ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ, ഈ ഇക്വേഷനിൽ ഇതാണ് ചെറിയ ഇക്വേഷൻ, ഇതിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എക്സിന്റെ കിട്ടും, റഹീമിന്റെ വയസ്സ് കിട്ടും. അപ്പൊ നമുക്കറിയാം എക്സ് മൈനസ് 2y ഈക്വൽ ടു 2. എക്സ് മൈനസ് 2 ഇൻറ്റു 10, y എന്ന് പറഞ്ഞാൽ 10 ആണ്, ഈക്വൽ ടു 2. എക്സ് മൈനസ് 20 ഈക്വൽ ടു 2. എക്സ് ഇസ് ഈക്വൽ ടു, ഈ -20 അപ്പുറം പോകുമ്പോൾ +20 ആവും. 2 + 20, എക്സ് ഇസ് ഈക്വൽ ടു 22. അപ്പോ റഹീമിന്റെ വയസ്സ് എത്രയാണ്? 22 ആണ്. രാമുവിന്റെ വയസ്സ് 10 ആണ്. ഇനി അടുത്തത് നമുക്ക് പേജ് നമ്പർ 16 തന്നെ അടുത്ത പോർഷന്റെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ is 4 times a number added to 3 times another number gives 43. 2 times the second number subtracted from 3 times the first gives 11. What are the numbers? അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് നമ്പർ ഉണ്ട്, സെക്കൻഡ് നമ്പർ ഉണ്ട്. ഫസ്റ്റ് നമ്പർ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ആയിട്ട് എടുക്കാം. സെക്കൻഡ് നമ്പർ y ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് എന്താ പറഞ്ഞേക്കണത്? 4 times a number added to 3 times another number gives 43. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് എഴുതും? 4 times ഫസ്റ്റ് നമ്പർ, 4 times എക്സ്. ഓക്കെ, 4 times എക്സ് നമ്പർ ആഡഡ് ടു 3 times സെക്കൻഡ് നമ്പർ ഗിവ്സ് 43. ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? 2 times the second number subtracted from the 3 times the first number gives 11. ഓക്കെ, ഇതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. ഫ്രം കഴിഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് വരണം. ഓക്കെ, ഫ്രം കഴിഞ്ഞിട്ട് വന്നേക്കുന്നത് എന്താണ്? 3x ആണ്. അപ്പൊ 2 times the second number subtracted from the 3 times the first number gives 11. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് സെക്കൻഡ് ഇക്വേഷൻ ആക്കി എടുക്കാം, എന്നിട്ട് ഇത് സോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കാം. എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കാനായിട്ട് എന്ത് ചെയ്യാം? ഈ താഴെയുള്ള എക്സിന്റെ കോഎഫിഷ്യന്റ് വെച്ചിട്ട് മുകളിൽ ഇൻറ്റു ചെയ്യാം, മുകളിലുള്ള എക്സിന്റെ കോഎഫിഷ്യന്റ് വെച്ചിട്ട് താഴെ ഇൻറ്റു ചെയ്യാം. അപ്പം മൾട്ടിപ്ലൈയിങ് ഫസ്റ്റ് ഇക്വേഷൻ ബൈ 3 അല്ലെ? അപ്പൊ 4 × 3 12x, 3 × 3 + 9y ഈക്വൽ ടു 43 × 3 129. ഓക്കെ, അപ്പൊ ഇത് തേർഡ് ഇക്വേഷൻ. ഇനി അടുത്തത് എന്താണ്? സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സെക്കൻഡ് ഇക്വേഷൻ മൾട്ടിപ്ലൈ ബൈ 4. അപ്പോ 4 × 3 again 12x, ഇവിടെ 4, 8y -8y ഈക്വൽ ടു 11 × 4 44. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സിന്റെ ടേംസ് എലിമിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സൈൻ ചേഞ്ച് ചെയ്യണം. അടിയിൽ ഇവിടെ പ്ലസ് ആണ്, മൈനസ് ആക്കി, ഇവിടെ മൈനസ്, പ്ലസ് ആക്കി, ഇവിടെ മൈനസ് ആക്കി. അപ്പൊ +12 -12 കട്ട് ചെയ്ത് പോയി. 9 + 8 ആണ് വന്നേക്കുന്നത് അല്ലെ? 9 + 8 17y ഈക്വൽ ടു 129 - 44.
85 അല്ലേ? അപ്പോൾ y is equal to 85 by 17. 17ൽ 85 5 ടൈം. അപ്പോൾ y എത്ര കിട്ടി? 5 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് ഇത് ഫസ്റ്റ് ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏതിന്റെ ആൻസർ? വൈൻ്റെത്. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? 4th. ഓക്കെ, 4x plus 3y equal to 43. 4x plus 3 into y എത്രയാണ്? 5. 3 into 5 is equal to 43. 4x plus 15 equal to 43. ഇനി 15നെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പുറത്തോട്ട് കൊണ്ടുപോവാം. അപ്പൊ എന്ത് കിട്ടും? 4x is equal to 43 അവിടെ ഉണ്ട്, പ്ലസ് 15 മൈനസ് 15 ആയി. 4x is equal to 28. x is equal to 28 by 4. കട്ട് ചെയ്യുമ്പോൾ 7 കിട്ടും. ഓക്കെ, അപ്പൊ എക്സിന്റെയും കിട്ടി, വൈൻ്റെയും കിട്ടി. അപ്പൊ ഫസ്റ്റ് നമ്പർ x 7, സെക്കൻഡ് നമ്പർ 5.